തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലെത്തിയതോടെ പോരാട്ടച്ചൂട് പാരമ്യത്തിലാണ്. താരപ്രചാരകരെ കളത്തിലിറക്കി പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. ഓരോ വോട്ട് ഉറപ്പിക്കാൻ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പാച്ചിലാണ്. ദേശീയ നേതാക്കളുടെ നീണ്ട നിര തന്നെ കേരളത്തിലുണ്ട്. ഇന്ന് കോൺഗ്രസിനായി കത്തിക്കേറിയത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ കാലാവധി കഴിഞ്ഞെന്നും ഇനി കോൺഗ്രസിന്റെ കാലമാണെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു. Vijayan, your time is over. Your expiry date is over. You don't have any time to continue. Pinarayi Vijayan expiry date is over. Now UDF time is come. We are going to administrate the state. We are going to develop Kerala. റോഷിപാൽ കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുകയാണ്. റോഷിപാൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയും ഡീൽ ആരോപണവും ഒക്കെയാണ് പ്രചാരണ വേദികളിലെ UDF ഉയർത്തുന്ന പ്രധാന മുഖ്യ വിഷയമെന്ന് പറയുന്നത്. ഈ പ്രചാരണ കളത്തിലേക്ക് എത്തുന്ന താരപ്രചാരകരും ഇതേ വിഷയം ഉന്നയിച്ച് LDF സർക്കാരിനെ മുഖ്യമന്ത്രിയൊക്കെ കടന്നാക്രമിക്കുകയാണ്. അങ്ങനെ തന്നെയാണ്. കാരണം ഇനി ഏതാണ്ട് 6 നാൾ മാത്രമാണ് പരസ്യ പ്രചാരണം. ആ 6 നാൾ കടുത്ത പ്രചാരണമാണ്. കടുത്ത വാഗ്വാദത്തിന് കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കും. UDFന്റെ പ്രചാരണത്തെ നയിക്കാൻ രാഹുൽ ഗാന്ധി എത്തി. തൊട്ടു പിന്നാലെ തന്നെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പ്രചാരണം ഇന്ന് തലസ്ഥാന ജില്ലയിലടക്കം നടന്നു. നാളെ പ്രിയങ്ക ഗാന്ധി കൂടി എത്തുകയാണ്. നാളെ തിരുവനന്തപുരത്ത് ചിറയൻകീഴിലും ഒപ്പം വട്ടിയൂർക്കാവിലുമൊക്കെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണമുണ്ട്. അതിനൊപ്പം കൊല്ലത്തും പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിനെത്തുന്നുണ്ട്. ആദ്യ റൗണ്ടാണ് ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഈ പ്രചാരണം. അതിന് തൊട്ടു പിന്നാലെ മറ്റിടങ്ങളിലേക്കും പ്രിയങ്ക ഗാന്ധി എത്തുന്നുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കമുള്ള നേതാക്കളും അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രചാരണത്തിന് സംസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. ഈ ജീവൻ മരണ പോരാട്ടത്തിൽ ഏതറ്റം വരെയും പോകുന്ന തരത്തിലാണ് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വലിയ പ്രചാരണ പദ്ധതികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഇഴകീറി പരിശോധിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാന ആയുധമാക്കി പോകുമ്പോൾ വരുന്ന ദേശീയ നേതാക്കൾ ഒന്നാകെ ഉയർത്തുന്നതും ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. പിണറായി വിജയനെതിരെയുള്ള ആരോപണങ്ങൾ കടുപ്പിച്ച് മുന്നോട്ട് പോകും. ഇനി അടുത്ത ഘട്ട പ്രചാരണത്തിന് രാഹുൽ ഗാന്ധി ഒരു വട്ടം കൂടി സംസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട് എന്നാണ് ഒടുവിൽ അറിയുന്നത്. ഏതാണ്ട് എല്ലാ ദേശീയ നേതാക്കളെയും കളത്തിലിറക്കി തന്നെയാണ് കോൺഗ്രസിന്റെ പ്രചാരണം അവസാന ലാപ്പിലേക്ക് പോകുന്നത്. നാളെ റോഡ് ഷോ, ഏതാണ്ട് ചിറയൻകീഴ് റോഡ് ഷോയ്ക്ക് സമാനമായ പരിപാടിയാണ് പ്രിയങ്ക ഗാന്ധിയുടേതായി ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സമാനമായി തന്നെ തിരുവനന്തപുരത്ത് കവടിയാറിൽ പൊതുസമ്മേളനമുണ്ട്. കൊല്ലത്ത് ആശ്രമം മൈതാനത്ത് പൊതുസമ്മേളനമുണ്ട്. അങ്ങനെ സിദ്ധരാമയ്യയും DK ശിവകുമാറും 5-നാണ് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർന്നത്. ഏതായാലും വലിയ പരിപാടികൾ ഈ അവസാന ദിവസങ്ങളിൽ, പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ കോൺഗ്രസും UDFും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നാളെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക കൂടി പ്രകാശനം ചെയ്യും. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. റോഷി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് എല്ലാ ദേശീയ നേതാക്കളെയും കളത്തിലിറക്കി ഈ പ്രചാരണം ഒഴിപ്പിക്കുകയാണ് UDF.